സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദൻ്റെയും ഇസബല്ലയുടെ എല്ലാ കള്ളത്തരങ്ങളും ദേവിക നേരിട്ട് തന്നെ ഹോം സ്റ്റേയിലെത്തി കൈയോടുകൂടി പിടിക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇസബല്ലയാണെങ്കിൽ നന്ദനെ ഈ ഹോം സ്റ്റേയിൽ തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം പിടിച്ചു നിർത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഇസബല്ലയുടെ കള്ളത്തരമെന്ന് പറയാതെ ആ പ്ലാനിനെല്ലാം സപ്പോർട്ടും നിൽക്കുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് ഇസബല്ല പറയുമ്പോൾ നന്ദൻ അത് അംഗീകരിക്കുന്നുണ്ട്. കാരണം നന്ദൻ അറിയില്ല ഇസബല്ല ചതിക്കുകയാണ്. പക്ഷേ ഇസബല്ലയുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവികയെ നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് പണ്ട് ഇസബല്ല ആഗ്രഹിച്ചതുപോലെ തന്നെ നന്ദൻ്റെ കൂടെ ഒരു ജീവിതം തുടങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇസബല്ല ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇസബല്ലയുടെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആവും, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ദേവികയെ വിട്ട് നന്ദൻ എങ്ങോട്ടും പോകുമില്ല. എന്തായാലും നമ്മളുടെ ചന്ദ്രമതിക്ക് അയാൾ അയച്ചു കൊടുത്ത വീഡിയോ ചന്ദ്രമതി കാണുന്നുണ്ട്. അത് കണ്ടതോടുകൂടി ചന്ദ്രമതി ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് ദേവികയെ അറിയിക്കണമെന്ന്. അങ്ങനെ ചന്ദ്രമതി ദേവികയെ വിളിച്ചു വരുത്തിയതും ദേവിക ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ദേവിക എന്തെങ്കിലും തിരക്കിലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു സമാധാനമില്ലാത്ത ദിവസമായിരുന്നു. എന്തായാലും 2 ദിവസമായിട്ട് നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു മനപ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആൻറ്റി വരാൻ പറഞ്ഞ് വിളിച്ച് നന്ദൻ എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പം നന്ദൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരുടെ കൂടെയാണെന്ന് എനിക്കറിയാം. നന്ദൻ ഇസബല്ലയുടെ കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് ദേവിക അറിഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞതല്ല, ഷാരി എങ്ങനെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. ഷാരി അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനതൊന്നും ചോദിച്ചില്ല ആൻറ്റി, ചോദിച്ചാലും അവളത് പറയുമില്ല. എന്തായാലും അത് സത്യ, ഞാൻ ഇസബല്ലയെ വിളിച്ചിരുന്നു. പക്ഷേ അവൾ നന്ദൻ കൂടെയുണ്ടെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. അവരെവിടെയുള്ളതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവിടെ ചെന്ന് അവരെ പൊക്കിക്കൊണ്ട് വരും. ആ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ആൻറ്റി, ഞാനിപ്പോൾ എന്നെ സ്വയം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചാലും നന്ദനെ ഞാൻ കണ്ടെത്തും. അതുമാത്രമല്ല നന്ദൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ നിൽക്കുകയും ചെയ്യും. എനിക്ക് ആ ഫയൽ കിട്ടിയേ പറ്റൂ. ഇന്ന് മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഞാൻ മനഃപൂർവ്വം കാണാൻ പോവാത്തതാണ്. എനിക്ക് ആ ഫയലില്ലാതെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് തലകുനിച്ച് നിൽക്കാൻ പറ്റില്ല. സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നിനക്ക് നന്ദൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നീ ഇപ്പം തന്നെ ഹോം സ്റ്റേയിലേക്ക് ചെല്ല്, നന്ദനും ഇസബല്ലേ അവിടെ ഉണ്ടെന്ന്. അത് കേട്ടതും ദേവിക വിശ്വാസം വരാത്ത രീതിയിൽ ചന്ദ്രമതിയെ നോക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞത് സത്യ, നന്ദനും ഇസബല്ലയും ആ ഹോം സ്റ്റേയിലുണ്ട്. ഇപ്പം തന്നെ നീ ചെന്നാൽ അവരെ നിനക്ക് കൈയോടെ പിടിക്കാൻ പറ്റും. എന്തായാലും ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ കാണാൻ വന്നത്. നീ മനസ്സ് തകർന്നു പോകരുത്, ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നീ ഇവിടെ പരാജയപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി, ഞാൻ പരാജയപ്പെടില്ല, എനിക്കിവിടെ വിജയിച്ചേ പറ്റൂ. ഒരിക്കൽ ഞാൻ പരാജയപ്പെട്ടതാ അമ്മയുടെയും നന്ദുവിൻ്റെയും നിർബന്ധത്തിന് മുന്നിൽ. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോവുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ചന്ദ്രമതിയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറിയ സമയത്ത് തന്നെ ഷാരികയെ വിളിക്കുന്നുണ്ട്. ഷാരി എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ ഒരു ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും അവിടെ ചെന്ന് നന്ദനെയും ഇസബല്ലേനെയും കൈയോടുകൂടി പിടിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഇനി ഞാൻ പിന്നോട്ടില്ല ഷാരി എന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ഞാനും കൂടി വന്നോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഷാരി, അവരെ നേരിട്ട് കാണാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആൾ ഞാനല്ലേ. അവരുടെ മുമ്പിൽ ആദ്യം ചെല്ലേണ്ടത് ഞാനാണ്. എന്നെ അറിയിക്കാതെയല്ലേ നന്ദു അവളുടെ കൂടെ പോയേക്കണേ. അപ്പോൾ നന്ദുവിനെ കണ്ടുപിടിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമല്ലേ. നീ സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നത്. അന്നേരം ഷാരിക പറയുന്നുണ്ട്, ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയും നന്ദേട്ടൻ്റെ എല്ലാ തോന്നിയാസങ്ങളും ചേച്ചി അംഗീകരിച്ചു കൊടുക്കരുത്. എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായി തന്നെ എതിർക്കണം. അതിപ്പോൾ നന്ദേട്ടനെ വേണ്ടാന്ന് വയ്ക്കണമെന്ന് വന്നാൽ അതും ചെയ്യണമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇനി ഞാൻ പഴയതുപോലെ നന്ദുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കൊന്നുമില്ല. എന്നെ വേണ്ടാത്ത ആളെ എനിക്കും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഷാരി. ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായ. ചേച്ചി ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയല്ലോ. എന്തായാലും നന്നായി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പോൾ ചേച്ചി ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് ഷാരിക ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനക്കാണെങ്കിൽ ഈ മിനിസ്റ്റർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ ഫോൺ എടുത്തതും എന്താ മിനിസ്റ്റർ എന്ന് ചോദിക്കുമ്പം എന്താടോ MLA ഇതുവരെയും വരാത്ത, ഞാനിവിടെ MLAക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ദേവിക ഇപ്പം തന്നെ വരുമായിരിക്കും, ഇവിടുന്ന് ആൾ പുറപ്പെട്ടിട്ടുണ്ട്, വരാൻ വൈകണേ എന്താണെന്നറിയില്ല. എന്തായാലും ഞാനൊന്ന് മോൾക്ക് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ഈ ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദേവിക ആകെ സങ്കടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിക പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. നന്ദുവിനായിട്ടുള്ള പ്രണയവും അതുപോലെ വിവാഹം കഴിഞ്ഞ് ചന്ദ്രോത്ത് വന്നപ്പം പ്രഭാവതിയുടെ പെരുമാറ്റവും അതിനെയൊക്കെ തരണം ചെയ്ത്
സ്വസ്ഥമായി ജീവിക്കാമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ദേവിക MLA ആയതും പിന്നീട് ഉണ്ടായ ഓരോരോ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് സിദ്ധാർത്ഥൻ്റെ ഫോൺ വരുന്നത്. ഫോൺ എടുത്തതും അച്ഛനാലോ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് ദേവിക കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുമ്പം അത് മോളെന്താ മിനിസ്റ്ററെ കാണാൻ ചെല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നില്ല അച്ഛാ. എന്താ മോളെ കാത്തിരിക്കുക മിനിസ്റ്റർ, ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പം ആ ഫയലിന് വേണ്ടിയാണ് മിനിസ്റ്റർ എന്നെ കാണണമെന്ന് പറയുന്നത്. ആ ഫയലില്ലാതെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഞാനിപ്പോൾ ആ ഫയലിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ആ ഫയലിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാൻ ആ ഫയൽ എവിടെയാണെന്ന് മോൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം ഫയൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഫയൽ എടുത്ത ആൾ എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ആര് നന്ദനിപ്പോൾ എവിടെയാണെന്ന് വല്ല പിടിയും കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഉവ്വച്ചാ നന്ദൻ ഇസബല്ലയുടെ കൂടെയുണ്ട്. അവരെവിടെയാണ് മോളെ, അവരെവിടെയാണെന്ന് പറ, ഞാനും അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ടച്ചാ അവരെ ആദ്യം കാണേണ്ടത് അതുകൊണ്ട് ഞാൻ തന്നെ അവരെ നേരിട്ട് കണ്ടോളാം. എന്തായാലും എന്നെ ചതിച്ച് ആ ഫയലുമായിട്ട് പോയവരെ ഞാൻ തന്നെയല്ല വെച്ചാൽ കണ്ടുപിടിക്കണ്ടേന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ശാരികയാണെങ്കിൽ രാധികനോടും മാധവനോടും പറയുന്നുണ്ട് ദേവിയേച്ചി നന്ദേട്ടനെ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട് നന്ദനെ എവിടെയാന്ന്. അതൊന്നും ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും ചേച്ചി അവരെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുള്ളിടത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വിവരം ഗിരീഷേട്ടനെ വിളിച്ചൊന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശാരിക വേഗം തന്നെ ഫോണെടുത്ത് ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഗിരീഷൻ ഫോണെടുത്തതും എന്താ ശാരി എന്ന് ചോദിക്കുമ്പം അത് ഗിരീഷേട്ടാ, എനിക്ക് ഗിരീഷേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ ഈ കാര്യം രചന ചേച്ചീനോട് പറയരുത്, രഹസ്യമായിട്ടിരിക്കണം. ദേവിയേച്ചി നന്ദേട്ടനെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേച്ചി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ചേട്ടനും അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്ദേട്ടനോട് 2 എണ്ണം പൊട്ടിച്ചിട്ട് അവിടുന്ന് പിടിച്ചുകൊണ്ട് വരണം. അതുമാത്രമല്ല ചേച്ചിയുടെ ഫയൽ നന്ദേട്ടൻ കൊണ്ടുപോയത് തിരിച്ചു മേടിച്ച് ചേച്ചിക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഞാൻ സിദ്ധാർത്ഥ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഫോൺ വെച്ചതും ഗിരീഷാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ ഫോൺ എടുത്തതും എന്താ ഗിരീഷ് എന്ന് ചോദിക്കുമ്പോൾ അത് സാർ അറിഞ്ഞില്ലേ, ദേവിക നന്ദന എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, എന്നിട്ടിപ്പോൾ നന്ദനെ കൈയോടെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കോ. ഗിരീഷിനോട് ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല ശാരിക. അപ്പം നമുക്കങ്ങോട്ട് പോയാലോ സാറേന്ന് ചോദിക്കുമ്പം അത് വേണ്ട ഗിരി, എന്തായാലും ദേവിക അങ്ങോട്ട് പോയിട്ടുണ്ട്. ദേവിക തന്നെ അവരെ കൈയോടുകൂടി പിടിക്കട്ടെ. അതുമാത്രമല്ല ദേവിക നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നന്ദന് ഒന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. നമ്മളതിൽ ഇടപെടാതിരിക്കണേ നല്ലത്. ഇത് ദേവികയുടെ ജീവിതമല്ലേ, ദേവിക എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന്. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട് നമുക്കങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ സാറേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു നിൽക്കണമെന്നല്ല, അവൻ ദേവികയോടും നമ്മളോടൊക്കെ ചെയ്തത് വലിയ ചതിയായിപ്പോയി. ഒരിക്കലും എനിക്ക് അവനോട് പൊറുക്കാൻ പറ്റില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് അവൻ ദേവികയുടെ അടുത്തുനിന്ന് എടുത്തു മാറ്റിയത്. അതവൻ ആർക്കാണോ കൊടുത്തത് അയാളിൽ നിന്നും തിരിച്ചു വാങ്ങി ദേവികയ്ക്ക് കൊടുക്കണം, അല്ലാതെ ഞാൻ അവനെ വെറുതെ വിടുവൊന്നുമില്ല എന്ന്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രഭാവതി ഈ സിദ്ധാർത്ഥൻ പറയുന്നതെല്ലാം കേട്ട് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞതും പ്രഭാവതിനെയാണ് കാണുന്നത്. എന്താ തനിക്കിപ്പോൾ സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധു എന്താ അങ്ങനെ പറയണേ, എനിക്ക് എന്ത് സമാധാനമായില്ലേന്നാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നന്ദനും ഇസബല്ല എവിടെയുണ്ടെന്ന് ദേവികയ്ക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ദേവിക അവരെ കൈയോടുകൂടി പിടിക്കാനായിട്ട് അവർ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഏത് ഹോം സ്റ്റേയിൽ അവർ താമസിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ താൻ അറിയണമെന്തിനാ, തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആ വിവരം ഇപ്പം തന്നെ നന്ദനെയൊക്കെ വിളിച്ച് അറിയിക്കാനല്ലേ. എന്തായാലും ഞാനായിട്ടത് ചെയ്യില്ല, മോള് തന്നെ അവരെ കൈയോടുകൂടി പിടിക്കട്ടെ. ഇനിയിപ്പോൾ മിനിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, ആ ഫയലുമായിട്ട് അല്ലാതെ ദേവികയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ദേവിക പറയണേ. എന്തായാലും നന്ദനെ കണ്ടുപിടിച്ച് ആ ഫയലുമായിട്ടേ മോള് തിരിച്ചു വരുള്ളൂ. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ആ ഹോം സ്റ്റേയിൽ വന്നിറങ്ങിയിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദനും ഇസബല്ല് റൂം എടുത്തേക്കണേ എവിടെയാണെന്ന് ചോദിക്കുമ്പം അത് 5ാമത്തെ റൂമാണ് മേഡെന്നും പറഞ്ഞുകൊണ്ട് ആ റിസപ്ഷനിസ്റ്റ് ദേവികയെ റൂമിലോട്ട് വിടുന്നുണ്ട്. ഇതേസമയം ഇസബല്ലയും നന്ദനൊന്നും ഈ ദേവിക വന്ന വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ദേവിക കൊടുത്ത കേസിൻ്റെ ആ ഒരു ചൂടാറിന വരെ നമുക്കിവിടെ താമസിക്കാൻ നന്ദാന്നൊക്കെ പറഞ്ഞ് ഇസബല്ല നന്ദനെ അവിടെ തന്നെ നിർത്താനുള്ള പ്ലാനിലാണ്. ആ നേരം നന്ദനക്കാണെങ്കിൽ ദേവികയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട്. നന്ദൻ പറയുന്നുണ്ട് ദേവി ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നത്തിലാവും, എന്തായാലും ദേവിയുടെ MLA സ്ഥാനം വരെ പോകാൻ സാധ്യതയുണ്ട്. ഇസബല്ല നമുക്ക് ആ ഫയൽ ദേവിക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് നന്ദൻ നീ എന്തൊക്കെയാ ഈ പറയണേ, ആ ഫയലിനി ഒരിക്കലും ദേവികയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല നിനക്ക് പോലും ആ ഫയലിനി കാണാൻ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണ്ടെന്ന് പറയുമ്പം നന്ദനാണിങ്ങനെ ആകെ വിഷമിച്ചേക്കാണ്. ആ സമയത്താണ് ഡോറിൽ മുട്ടണ കേൾക്കണേ. നേരം ഇസബല്ല പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരാണോ ഡോറിൽ മുട്ടണേ, കുറച്ച് നേരം മുമ്പ് അയാൾ വന്നിട്ട് പോയേ ഉള്ളൂ,
ഇനി അയാൾ തന്നെയായിരിക്കും. അയാൾ തന്നെയാണെങ്കിൽ ഞാനിന്ന് അയാളെ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇസബല്ല ഡോറ് തുറക്കാൻ വരുമ്പോൾ നന്ദനും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നന്ദനും ഇസബല്ലയും കൂടി ഡോറ് തുറന്നതും മുമ്പിൽ നിൽക്കണ ദേവികയെ കണ്ട് നന്ദനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ദേവി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം അല്ല നന്ദു എന്താ ഇവിടെ, അതറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്തായാലും രണ്ടുപേരെ എനിക്കിങ്ങനെ കാണാൻ പറ്റിയില്ലോ, രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടതും നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ നാണം കെട്ടതുപോലെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.